അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഫാഇലിന്റെയും അതുപോലെ തന്നെ മഫ്ഊൽ ബിഹിയുടെയും വ്യത്യാസങ്ങളും അവ തമ്മിലുള്ള പൊരുത്തവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അൽ മുബ്തദ വ ഖബർ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്മിയായ ജുംലയിൽ രണ്ട് ഇസ്മിയായ ജുംലയിലുള്ള പ്രത്യേകതകളാണ്. ഒന്ന് മുബ്തദവുമായിരിക്കും, ഒന്ന് ഖബറുമായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ഇറാബുകൾ എങ്ങനെയാണ് വരിക എന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ അംസിലകളിലേക്ക് ഒന്ന് പോകാം. അത്തുഫാഹത്തു ഹലൂവ, അസ്സൂറത്തു ജമീലത്തുൻ, ജറൽ മുഫീദ്, അൽ ഖിതാറു സരീഉൻ, അന്നല്ലാഫത്തു വാജിബത്തുൻ, അൽ അർളു മുസ്തദീറൻ. ഇവിടെ 6 ഇതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അംസിലകൾ കൊടുത്തിട്ടുണ്ട്. അത്തുഫാഹത്തു ഹുലുവത്തുൻ എന്ന് പറഞ്ഞാൽ ആപ്പിള് മധുരമുള്ളതാണ്, ഒരു ടേസ്റ്റുള്ള രുചിയുള്ളതാണ് എന്ന് പറയാണ്. അപ്പം ഇതിൽ മുബ്തദ ഏതാണെന്ന് ചോദിച്ചാൽ അത്തുഫാഹത്താണ്. ഹുലുവ് പറഞ്ഞാൽ അതിൻ്റെ ഖബറുമാണ്. അതുപോലെ തന്നെ സൂറത്ത് ജമീലത്തുൻ എന്താണ്, ചിത്രം ഭംഗിയുള്ളതാണ്. സൂറത്ത് അതിൻ്റെ മുബ്തദവും ഖബർ ജമീലത്തുൻ. ഇതിൽ ഇസ്മിയായ ജുംല തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? മുബ്തദയിലായിരിക്കും. അതിൻ്റെ ഖബറായിരിക്കും അതിനോട് ചേർന്ന് വരുന്നത് എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ബഹ്സ് വിശദീകരണം ഒന്ന് വായിച്ചു നോക്കാം. അൽ-അംസിലത്തു സാബിഖത്തുൻ കുല്ലഹാ ജുമലൻ വകുല്ല ജുംലത്തുൻ മിൻഹാ മുറഖബത്തുൻ മിൻ ഇസ്മൈൻ വഇസ്മുൽ അവ്വലു ഫി കുല്ലി ജുംലത്തിൻ ഹുവ അല്ലദീ ഇബ്തദഅനാ ബിഹി ജുംലത്തുൻ ഫഹുവ لذلك يسمى مبتدأ وإذا وضعنا إصبعنا على اسم الثاني في كل جملة فأخليناه عن نظرنا وقرأنا هكذا. التفاحة صورة جرى فإننا نتحير ونسأل أنفسنا ما نشاء. التفاحة وما شأن صورتي وما شأن جرى، ولكن إذا رفعنا إصبعنا ورقعنا هكذا. التفاحة حلوة، الصورة جميلة، الجار المفيد، استفادنا فاعدة طعمة، الذي فعدنا وهو الاسم الثاني في كل جملة هو الذي أخبرنا بحلوة التفاحة والجمال صورة فإذا جرى لذلك يسمى اسم ثاني خبرا. وإذا تعملنا آخر كل اسم من اسمين في كل جملة من جمل السابقة وجدناه مرفوعا. നമുക്കിതിൽ പറയാൻ കഴിയുന്നത് 2 ഇസ്മുണ്ടാവും. ഒരു ജുംലയായ ഇസ്മിൽ 2 ഇസ്മുണ്ടെങ്കിൽ അതിലൊന്ന് മുബ്തദയും ഒന്ന് ഖബറുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഖാഇദ ഒന്ന് നോക്കാം. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഅത്തുൻ ഫി അവ്വൽ ജുംല. ഒരു ജുംലയുടെ ആദ്യ ഭാഗത്തുണ്ടാകുന്ന ഇസ്മിയായ ജുംലയുടെ ആദ്യ ഭാഗത്തുണ്ടാകുന്ന ഇസ്മിനാണ് എന്ത് പറയുക? മുബ്തദ എന്ന് പറയാം. അതെപ്പോഴും മർഫൂ ആയിരിക്കും, റഫ് ചെയ്യപ്പെട്ടതായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത് ഖബർ എന്ന് പറയുന്നത് ഇസ്മുൻ മർഫൂഉൻ യുകവ്വിനു മഅൽ മുബ്തദഇ ജുംലത്തുൽ മുഫീദ. രണ്ടാമത്തെ പറയുന്നത് ഇസ്മുൻ മർഫൂ ആയിരിക്കും മഅൽ മുബ്തദഇ ജുംലത്തുൽ മുഫീദ. ജുംലത്തുൽ മുഫീദയിൽ ഇതിനെ രണ്ടാമത്തെ ഭാഗത്തിനാണ് എന്താ പറയുക? ഖബർ എന്ന് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഇഅ്റാബ് ചെയ്യാൻ പറ്റിയ ഉണ്ടോ എന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
അൽ ഹുജറത്തു നളീഫത്തുൻ, റൂം എന്താണ് വൃത്തിയുള്ളതാണെന്ന് പറയാണ്. അപ്പോൾ അതിൽ അൽ ഹുജറത്ത് എന്ന് പറയുന്നത് എന്താണ്? റൂം. അൽ മുബ്തദ മർഫൂഅൻ എന്താണ്? ഇസ്മുൻ മർഫൂഅൻ, അത് എന്താണ്? മുബ്തദാണ്. അതായത് നളീഫത്തു ഖബർ മർഫൂഅാണ്. എന്ത്? നളീഫ് മർഫൂഅാണ്. അതുപോലെ തന്നെ അരീബുൽ ജുംലത്തൈൻ ലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ജുംലകൾ എന്ത് ചെയ്യുക? അതുപോലെ ചെയ്തു നോക്കാനാണ് ഇൻഷാ അല്ലാഹ്. അസ്സയ്യാറത്തു സരിഅൻ, അസ്സയ്യാറത്തു. അപ്പോൾ ഇതെങ്ങനെ പറയാം? സിമ്പിളാണ്. എങ്ങനെ പറയും? അസ്സയ്യാറത്തു മുബ്തദഅൻ മർഫൂഅൻ. അടുത്തതോ സരിഅ, അത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അൽ ഖബറു മർഫൂഅൻ എന്ന് നമുക്ക് പറയാം. അടുത്തതോ അൽ ഖിത്തു അലൂഫൻ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? അതിനെയും ഇതുപോലെ തന്നെ പറയാം. അൽ ഖിത്തു മുബ്തദഉൻ മർഫൂഅൻ അലൂഫൻ ഖബറു മർഫൂഅൻ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഇങ്ങനെ സൂചിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.